ഹേ ഗായ്സ്, ഞാൻ പിന്നെയും വന്നു കേട്ടോ. ഇന്ന് ഞാനൊരു കിടിലൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിൽ ഞാനിതാ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്ത് നല്ല വൃത്തിയിൽ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. എന്നാൽ പിന്നെ നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്താലോ. അതിന് ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, നമ്മുടെ പെരുംജീരകം അഥവാ വലിയ ജീരകം കേട്ടോ. അതിലേക്ക് നമ്മളിതാ ഒരു മുറി നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് കേട്ടോ. ഒരു സ്പൂൺ മൈദപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് വേഗം പോയി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഞാനിവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നല്ല പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുത്താൽ കേട്ടോ. എനിക്ക് കറിവേപ്പില ടേസ്റ്റ് ഇഷ്ടമാണ്, അതാണ് ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കറിവേപ്പില നല്ല എണ്ണ കിടന്നൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തിനാ താമസം, നമുക്ക് ചിക്കനും കൂടെ പെറുക്കി എണ്ണയിലേക്ക് ഇടാം. ചിക്കൻ കടന്ന് മൊരിയുമ്പോഴത്തേനും നമുക്ക് ഇതിലിടേണ്ട ഉള്ളിയെല്ലാം അരിഞ്ഞിട്ട് വന്നാലോ. അങ്ങനെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, ഒരു തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ നമ്മുടെ മല്ലിച്ചപ്പും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഒരു സൈഡ് നല്ല വൃത്തി മൊരിഞ്ഞ് വന്നാൽ നമുക്കത് തിരിച്ചിടാം കേട്ടോ. അങ്ങനെ ഓരോന്നായി ഇവിടെ ഞാനിതാ മറിച്ചിട്ട് കൊടുത്തുകൊണ്ടുണ്ട്. ചിക്കൻ നല്ല മൊരിഞ്ഞ് കിട്ടണം കേട്ടോ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ ഒരു സൈഡ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക്, ഉള്ളി, തക്കാളി, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉള്ളി നല്ല വട്ടത്തിലാട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം കേട്ടോ. എനിക്കിങ്ങനെ വട്ടത്തിൽ മുറിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തു കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഒന്നിച്ച് നമ്മുടെ ചിക്കൻ്റെ മണ്ടയിലേക്ക് തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നോക്കിക്കേ, എല്ലാം നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കെല്ലാം പറ്റിയ അടിപൊളി ഫ്രൈ ആട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചിക്കൻ ഫ്രൈയുടെ മണമാണ് ഒരു രക്ഷയില്ലാത്ത അടിപൊളി മണമാട്ടോ. വീട്ടിലാരെങ്കിലും റിലേറ്റീവ്സ് വന്നാൽ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റിയൊരു ചിക്കൻ ഫ്രൈ ആട്ടോ ഇത്. എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഞാൻ ഇതാ കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ യു.